ഹായ് ഹലോ. ഞങ്ങൾ ഫാമിലിയായിട്ട് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപ് വഴി ബോംബെയിലേക്കുള്ള ഒരു ക്രൂയിസ് ഷിപ്പ് യാത്രയല്ല. ഷിപ്പിനുള്ളിലാണ് ഒരാൾ ചായ കുടിക്കുന്നുണ്ട്. കൊച്ചിയിലെ സാഗരിക ഇൻ്റർനാഷണൽ ക്രൂയിസ് ഷിപ്പ് ടെർമിനലിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നമ്മൾ ഒരു വിമാനത്തിൽ കയറുന്ന പോലെ തന്നെ എല്ലാവിധ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷിപ്പിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുക. ഈ ഷിപ്പ് എന്ന് പറഞ്ഞൊരു യാത്രാക്കപ്പൽ പോലെയല്ല. നമ്മൾ ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഒഴുകി നടക്കുന്ന, കടലിൽ ഒഴുകി നടക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ ആണെന്ന് പറയാം ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുന്നത്. ഈ മറ്റേ യാത്രാക്കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു രീതിയാണ്. അതിൽ നമുക്ക് സീറ്റിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് റൂമും അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. പിന്നെ ഇതിൽ തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഷോസും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. ബാറുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പുറകിൽ ഇവിടെ അവിടെ സ്വിമ്മിംഗ് പൂള്, ഒരുപാട് ഫെസിലിറ്റീസ്. നമ്മുടെ ഇതിൽ 5 നേരം നമുക്ക് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഭക്ഷണം, പിന്നെ ഇതിനുള്ളിൽ കാസിനോസ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനാണെങ്കിൽ ചൂതാട്ടം, കാസിനോസ് ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഷോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലക്ഷദ്വീപിലെത്തിക്കഴിഞ്ഞാൽ പുറത്ത് നമ്മളെ ഷോറിൽ പോയിട്ട് അവിടെയുള്ള ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു യാത്രയാണ്. 3 രാത്രിയും 4 പകലും. ആ യാത്രയിലെ വിശേഷങ്ങളാണ് എൻ്റെ തുടർന്ന് വരുന്ന വീഡിയോകളിലുള്ളത്. പിന്നെ ഒരു ഷിപ്പിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഷിപ്പിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ കഴിയാവുന്നതും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാനേ ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. ഇൻറ്റീരിയർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 4 ഡെക്ക് 4ലാണ് താഴത്തേക്ക് ഇറങ്ങണ്ടോ. ഇപ്പോൾ ഇത് 6 ആണ് ഡെക്ക്. ഇതൊക്കെ ലിഫ്റ്റുകളാണ്. കുറേ 2 പേര് ലിഫ്റ്റ്. അതൊരു ഓൺ ചെയ്തോ. യെസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ബർത്ത് ഇത് അല്ലിയുടെ കിടക്ക, അത് കുട്ടൻ്റെ കിടക്ക. ഇതിങ്ങനെ റൂം അടക്കി. ഇവിടെ ഒരു മിററുണ്ട് ഇതുപോലെ കണ്ടോ, വലിയൊരു മിറർ. ഇതിങ്ങനെ ഇതിവിടെ ഒരു ബാത്റൂം സെറ്റപ്പ്, ഒരു ഷവർ ഏരിയ, ഇതിങ്ങനെ അടച്ചത്. ഇങ്ങനെ റൂം. ഇത് ഇൻറ്റീരിയർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ റൂമാണ്. ഇൻറ്റീരിയർ സ്റ്റാൻഡേർഡിൽ തന്നെ 2 തരം റൂമുണ്ട്. അതിൽ വിൻഡോ വരുന്ന റൂം കിട്ടും. പക്ഷേ എനിക്ക് ബുക്ക് ചെയ്യുമ്പോഴേക്കും വിൻഡോ വരുന്ന റൂമില്ല. അതേ അത് തന്നെ എനിക്കത് പറ്റിയില്ല. 4 പേര് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന റൂമാണിത്. പിന്നെ ഇതിൽ ഇമ്പീരിയൽ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമുകളുണ്ട്. അത് വളരെ മുകളിലാണ്, ഏറ്റവും 9th-ലും 8th-ലൊക്കെ ബാൽക്കണികൾ. ഈ റൂം നോർമൽ ഒരു സാധാരണ എല്ലാവരും ബുക്ക് ചെയ്യുന്ന റൂമാണ്. ഈ ടൈപ്പ് ഓഫ് റൂമാണ് ഇതിൽ കൂടുതലുള്ളത്. 174 സ്ക്വയർ ഫീറ്റോളം സ്പേസ് ഉണ്ട്. അങ്ങനെയാണ്. ഇവിടെ ഒരു മിററുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാം. ഇവിടെ സ്റ്റൂള്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മേക്കപ്പ് ചെയ്യണമെങ്കിൽ മേക്കപ്പ് ചെയ്യണം. പിന്നെ വെള്ളം അവർ നമ്മുടെ റൂമിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരാൾക്ക് 1 ലിറ്റർ വെള്ളമാണ് കിട്ടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് അവരുടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വെള്ളം വേണമെങ്കിൽ അവിടെ പുറത്തുനിന്ന് കിട്ടും.
റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുക ഒരാൾക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിനാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇതാ ഞങ്ങൾ 4 ആൾ 4 ലിറ്റർ വെള്ളം. അതുപോലെ തന്നെ ഇതിവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാം. ഇതിനുള്ളിലാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റ് സാധനങ്ങളൊക്കെ കിടക്കുന്ന ഇതിലാണ്. ലൈഫ് ജാക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചില ഡ്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു TV ഉണ്ട്. അങ്ങനെയൊക്കെയാണ് റൂം. ഞാൻ ഈ ക്രൂയിസിൽ യാത്ര തുടങ്ങുമ്പോൾ ക്രൂയിസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ലക്ഷദ്വീപ് യാത്രയാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസിൻ്റെയും ഈ ഷിപ്പിൽ ഓരോ ദിവസങ്ങളിലുണ്ടാവുന്ന ആക്ടിവിറ്റികളിലേക്ക് കാര്യങ്ങളായിട്ടുള്ള ഇതുപോലൊരു ഡീറ്റെയിൽസ് ആയിട്ടൊരു പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡെക്കുകളിൽ ഓരോ സമയത്ത് ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും, ഓരോ ഹോളുകൾ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് പോയാലേ നമുക്കിതിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റികളും നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉണ്ടാവും, മാജിക് ഉണ്ടാവും, പിന്നെ പൂൾ പാർട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് ഉണ്ടാവും. അങ്ങനെ ഓരോ സമയത്ത് ഓരോ പ്രോഗ്രാമുകളാണ്. അപ്പോൾ അതിന് നമ്മളിത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് കൃത്യമായിട്ട് നമ്മളിത് നോക്കണം. എല്ലാ ദിവസവും ഓരോ ചാർട്ട് വരും, ഇതുപോലെ കിട്ടും, അവർ നമുക്ക് തരും, നമുക്കിത് വെച്ച് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ നമുക്ക് ഷോറിൽ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഷിപ്പ് ഷോറിൽ പോവില്ല. അപ്പോൾ ഷിപ്പ് ലക്ഷദ്വീപിൻ്റെ അഗത്തി ഐലൻഡിൻ്റെ അടുത്താണ് പോവുക. അവിടെ നമ്മൾ ബോട്ടിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രീ ബുക്ക് ചെയ്യണം ആദ്യം. അതിന് ഇവിടെ 6ാമത്തെ ഫ്ലോറിലുള്ള അവരുടെ കസ്റ്റമർ കെയർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഗത്തി ഐലൻഡിൽ പോയി അവിടുത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്നോർക്കലിംഗ് ഉണ്ട്, സ്കൂബ ഡൈവ് ഉണ്ട്, പിന്നെ ഗ്ലാസ് ബോട്ടം ബോട്ടിലുള്ളൊരു യാത്ര ഉണ്ട്. അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്നോർക്കലിംഗ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. ഓൾമോസ്റ്റ് അത് ഫുൾ ബുക്ക്ഡായി. ഞാനിപ്പോൾ ഗ്ലാസ് ബോട്ടം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കാർഡുണ്ട്. നമ്മുടെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂം കാർഡ് കിട്ടും. ഇതുപോലെ നമുക്ക് റൂം കാർഡ് കിട്ടും. ഈ റൂം കാർഡിൽ നമ്മൾ ഇതേ കസ്റ്റമർ കെയറിൽ പോയിട്ട് നമുക്ക് ഒരു എമൗണ്ട് നമ്മളതിൽ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂം കാർഡ് കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഈ റൂം കാർഡിൽ നിന്നാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഒരു ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ, ഞാൻ പറയുന്നത് മദ്യമാണ് കേട്ടോ, ബാക്കിയുള്ള ഏത് സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും ഫ്രീ എപ്പോൾ വേണമെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മറ്റേ ലിക്വർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാർഡായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അഡൽസിന് 21 വയസ്സ് കഴിഞ്ഞവർക്ക് അവർ കൊടുക്കുള്ളൂ. അറ്റ് എ ടൈം ഒരു പെഗ് തരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെന്ന് ഇത് കൊടുത്ത് 3 പെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക 1.5 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല. അറ്റ് എ ടൈം നമുക്ക് ഒരു പെഗ് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത് തരും. അതെല്ലാം ഫ്രീ ആണ്. അത് ഇവിടെ 3 ബാറുകളുണ്ട്, അതിൽ ഫ്രീ ആണ്. പിന്നെ 2 എക്സിക്യൂട്ടീവ് ബാറുകളുണ്ട്, അതിൽ നമുക്ക് പെയ്ഡാണ്. പക്ഷെ നമുക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലാതെങ്കിലും ഇത് ഫ്രീ ആയി അവൈലബിൾ ആണ്. മദ്യമൊക്കെ ആവശ്യത്തിനൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. രാവിലെ മുതൽ 8 മണി 9 മണി ആയി കഴിഞ്ഞാൽ നമുക്ക് ബിയറും അതുപോലുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക്. അപ്പോൾ അതിന് ഈ കാർഡിൽ പോയി കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ഒന്ന് കിട്ടും. പിന്നെ വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അന്ന് കിട്ടും. അപ്പോൾ ഇതിൽ എപ്പോഴും ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ ഷോർ ആക്ടിവിറ്റികൾക്ക് ഇതിൽ ചാർജ് ചെയ്ത് തരാം. പിന്നെ ഇവിടെ തന്നെ നമ്മൾ പേ ചെയ്ത് ചെയ്യേണ്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഈ ഗെയിമുകളുണ്ട്, കുട്ടികളുടെ ഗെയിം ആക്ടിവിറ്റികളൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ കാസിനോസ് ഉണ്ട്, ചൂതാട്ടം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതിൽ അഡീഷണൽ നമ്മൾ ചാർജ് ചെയ്ത് തരണം. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര ചാർജ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചാർജ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റികൾ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഇതിൽ യാത്ര ചെയ്യാൻ ഈ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത് ഏതൊക്കെ ഫ്ലോറിലാണെന്നും എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിനുള്ളിൽ ഓരോ ഡക്കുകളിലും നടന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ക്രൂയിസ് യാത്ര ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ട് ബൈ. ഇനി നമുക്ക് ഇതിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതേതായാലും ഇപ്പോൾ ഓടിയേണ്ടത് വെറുതെ ചുമ്മാ അതിനുള്ളിലൊക്കെ നടന്ന് കാണുക, ഏതാണെന്നറിയില്ല, കണ്ടവരൊന്നും മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ ഓരോ ഇതിലെ കയറുക, നടന്ന് കയറാം. വെറുതെ കറങ്ങി അടിക്കുന്നതിനുള്ളിൽ ഇവിടെ നടക്കണോണ്ട് ഇവിടെ ഉണ്ട്.
extend a very warm welcome to all our guests on board our home, the beautiful Empress. Please note that approximately 30 minutes are general. ആ കാണുന്നതാണ് ഇവിടുത്തെ പൂൾ ബാർ. ഇതുപോലെ വേറെ 3 ബാറും കൂടി ഉണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, 3 വേറെ ഉണ്ട്. ബീവറേജസും ഭക്ഷണവും 5 നേരത്തെ ഭക്ഷണവും എല്ലാം ഫ്രീ ആണ്. മദ്യം ഏത് വേണമെങ്കിലും കിട്ടും, വൈൻ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഷിപ്പ് കൊച്ചി പോർട്ടിൽ നിന്ന് മൂവ് ചെയ്തു. ഞാൻ ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് അറബിക്കടലിലേക്ക് മൂവ് ചെയ്യണു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വിമാനത്തിൽ കയറി പോണേക്കാളും എൻജോയ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, എനിക്ക് 50 വയസ്സിലെ ക്രൂസ് ഷിപ്പിൽ കയറാൻ പറ്റിയേ. നിങ്ങളൊക്കെ ഇപ്പൊ കയറിയില്ലേ? പിന്നെ 13 വയസ്സായിട്ടുണ്ടോ? കുട്ടൻ കയറി. അല്ലിക്ക് 19 ആയിട്ടുണ്ടോ? അല്ലി കയറി, അമ്മ കയറി. എനിക്ക് ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. ബാഡ് വെതറായ കാരണം അവർ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാന്ന്. കാരണം നല്ല മഴക്കാറുണ്ട്, ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും താഴെ പോകാൻ പറഞ്ഞു. ഇതാണ് ഇതിന്ന് സേഫ്റ്റി ഫീച്ചറുള്ള ബോട്ട്. നമ്മൾ എന്തെങ്കിലും അപകട കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ കൂടെയാണ് ആളുകളെ പുറത്തേക്ക് ഇറക്കുക. ഇവിടെ ഇപ്പം എന്തൊരു ഷോ ഉണ്ട്. എന്ത് ഷോ പറഞ്ഞേ? ബല്ലേ ബല്ലേ ഷോ എന്നാണ് ഇവിടെ. Ladies and gentlemen, party is not അവസാനം വരുന്നത് അവര് കുറച്ച് സമയം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സമയം തരും, വീഡിയോ എടുക്കാനുള്ളത്. ഭയങ്കര എന്റർടൈൻമെന്റാ. അടിപൊളിയല്ലേ കുട്ട? അടിപൊളിയല്ലേ? പൊരിച്ചില്ലേ? അതേതായാലും അടിപൊളി. പക്ഷെ ഒഴിഞ്ഞു ഇനി ഇല്ലേ, കാണില്ലേ അത്. ഷിപ്പ് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും ഷിപ്പിന്റെ ആ ഒരു ആട്ടം. പക്ഷെ നടക്കുമ്പോ ഒന്നും അറിയില്ല. ഏതായാലും കൊള്ളാം, അടിപൊളി. ഇനി അടുത്ത എന്താ പരിപാടി നോക്കാം.
പുറത്തേക്ക് വന്നതാ. നല്ല സ്പീഡിലാണ് പോയി. കാണുമെന്നറിയില്ല. ഇവിടെ ഇതിൽ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ സെയിലിനുള്ളതാണ്. റോയൽ ഷോപ്സ്, പിന്നെ കുറേ ഓർണമെൻറ്റ്സ്. 25% ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനൊന്നും മേടിക്കാനൊന്നുമുണ്ട്. ഡ്രസ്സ്, റോയൽ ഷോപ്സ്, ഒരു പ്രത്യേകതരം ലോകം. ഇത് കണ്ടില്ലേ? ഇതേതാ ഫ്ലോറ്? ഇതേഴാ? അല്ല, ഇത് ഏതിലാ നോക്ക്. 10-ലാണോ? ഫുഡ് കോർട്ട് 10-ലാ? ശരിയാ. നല്ല ഫുഡ് കോർട്ടില് ഫുഡ് അവിടെ കഴിഞ്ഞു എന്നാണോ പറഞ്ഞത്? അവിടെ എന്താ ഉള്ള കൈ പിന്നെ കഴുകാം. അവിടെ എന്താ ഉള്ള നോട്ടാ. ആ, കബാബ് ഇതൊക്കെ എടുത്തുണ്ട് കഴിക്കാൻ. ഇത് പൊറോട്ട തോന്നുന്നു. എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് റൈറ്റാണ്. പനീറിൻ്റെ ഒരു കറി. അവിടെ ഇരിക്കേ കണക്ക് വരും. ഇത് ദഹി കബാബാണ്. എനിക്കിഷ്ടമാണ് ഒരു സാധനങ്ങളൊക്കെ. അതിന് കുഴപ്പമില്ല. കുട്ടനൊന്നും ഇഷ്ടമില്ലല്ലേ? ടേസ്റ്റിലാണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. അടിപൊളിയാണ് ഫുഡൊക്കെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന 10-ാമത്തെ നിലയിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടക്കുന്നുള്ളൂ. കിടക്കുമ്പോൾ തന്നെ 11 മണിയാവും. ഡെക്കിലെ പൂൾ ബാറാണ്. രാത്രി ഇവിടുത്തെ വൈബ് കണ്ടില്ലേ? 10-11 മണിയായി. DJ കഴിഞ്ഞു. DJ പാർട്ടി കഴിഞ്ഞിട്ടിരിക്കുക ആൾക്കാർ. ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നാളെ ലക്ഷദ്വീപിലെത്തിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത്.